ഹായ് ഫ്രണ്ട്സ്. അങ്ങനെ നമ്മളും പോയിട്ട് തൃശ്ശൂർക്ക് ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട്. ലൈറ്റ് എന്ന് മാത്രം പറയാൻ പറ്റില്ല, ലൈറ്റിൻ്റെ ഒരു മത്സരം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഒരു 50 ടീം തന്നെ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്താ പറയുക, മഴയാണെന്ന് പോലും വകവയ്ക്കാണ്ട് എല്ലാവരും വന്ന് കാണുന്നുണ്ടായിരുന്നു. നല്ല ബ്ലോക്കായിരുന്നു തൃശ്ശൂർ റൗണ്ടിലും അതിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാവരും കുട്ടികളെയൊക്കെ കൈപിടിച്ച് എല്ലാവരും ഇത് കാണാൻ. ഇപ്പം എല്ലാവർക്കും നല്ല സന്തോഷമല്ലേ. പൊതുവേ നമ്മൾ ലൈറ്റ് കാണുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് നല്ല സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ പള്ളികളിലൊക്കെ അങ്ങനെ ദീപാലങ്കാരങ്ങളൊക്കെ കാണാൻ വേണ്ടി പോണത്. പള്ളികളിൽ നിന്ന് മാത്രമല്ല, അമ്പലങ്ങളിലും നമ്മുടെ മുസ്ലിം പള്ളികളിലും എവിടെ വേണമെങ്കിലും നല്ല നല്ല ലൈറ്റ് കണ്ട സന്തോഷമില്ലാത്തവർക്കാണ്. ഇവിടെ ആണെങ്കിൽ പിന്നെ പറയണ്ട. എന്താ പറയുക, ഓരോ ടീമും മറ്റേ ടീമിനേക്കാളും നന്നായിട്ട് എങ്ങനെയാണ് നന്നാക്കുക എന്നുള്ള രീതിയിലാണ് അവരത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. വളരെ നന്നായിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ടീംസിൻ്റെ നമ്മൾ കണ്ടു. ചില ടീംസിൻ്റെ ഇങ്ങനെ എന്താ പറയുക, കത്താതെ കിടക്കുന്നുണ്ട്. വേണമെങ്കിൽ മഴയൊക്കെ വന്ന കാരണം എന്താ പറ്റിയെന്ന് ചിലന്നല്ല, ഒരു ടീമിൻ്റെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ നന്നായിട്ടുണ്ട്. പിന്നെ എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കണ ഇതൊക്കെ ഉണ്ടായിരുന്നു. കയറൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും കയറൊക്കെ മാറ്റിയ ആൾക്കാർ ഉള്ളിൽ കിടക്കുന്നുണ്ട്. പിന്നെ വളരെ ഡിഫറെൻ്റായിട്ട് ഓരോരുത്തരും അതിനെ പ്രസൻറ്റ് ചെയ്തേക്കണം. എന്താ പറയുക, നല്ല തിരക്കുണ്ട്. അങ്ങനെ നല്ലൊരു ഈവനിങ് ആയിരുന്നു പോയിട്ട് നമുക്കുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വടക്കുന്നാഥൻ്റെ ഇതിൽ പോകുമ്പോൾ നോക്കി നോക്കിയാൽ വടക്കുന്നാഥൻ്റെ അവിടെ നിറയെ ആൾക്കാരാണ്. അതുപോലെ കച്ചവടക്കാരുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം നമ്മൾ നോക്കുമ്പോൾ തന്നെ എല്ലാവരും ഓരോ സ്ഥലത്തു നിന്ന് ഐസ്ക്രീമിൻ്റെ ആൾ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആ ഭാഗത്ത്. ആകെ ഒരു ഐസ്ക്രീമും ആളും ഉണ്ടായിരുന്നു. എല്ലാവരും വരി നിന്ന് മേടിക്കുക എന്നുള്ള പോലെയായിരുന്നു അവിടെ. എന്നിട്ട് നമ്മൾ തന്നെ വാങ്ങിക്കാൻ പോയിട്ട് നമ്മുടെ സമയം എത്തുമ്പോഴേക്കും ഐസ്ക്രീം കഴിഞ്ഞു. എന്താ പറയുക, മൊത്തത്തിൽ തൃശ്ശൂരൊന്ന് കളറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, വിജയികൾക്ക് കൊടുക്കാനായിട്ട് ട്രോഫികളും അതൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ ട്രോഫീസൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നല്ലൊരു ലൈറ്റ് ഷോ തന്നെ ആയിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ.